ഭാരതീയ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ഈ പ്രക്രിയ സ്വതന്ത്രവും നീതിപൂർവവുമാണെന്ന് ഉറപ്പുവരുത്തുക എന്നത് ഏതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം അഥവാ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട്. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരുന്നത് വരെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും സർക്കാരുകളും എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങുന്നതോടെ ഈ നിയമസംഹിത പ്രസക്തമാവുകയാണ്. അധികാരം കൈയാളുന്നയാൾക്ക് തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായ മുൻതൂക്കം ലഭിക്കാതിരിക്കാനും വോട്ടർമാരെ സ്വാധീനിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനുമുള്ള ഒരു പ്രതിരോധ കവചമാണിത്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഉത്ഭവത്തിന് കേരളവുമായി സവിശേഷമായ ഒരു ബന്ധമുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. 1960കളിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം എന്ന ആശയം ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്. അന്ന് കേരള സർക്കാർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തി ഒരു ധാരണാപത്രമുണ്ടാക്കി. പ്രചാരണ യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രകടനങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ അതിലുണ്ടായിരുന്നു. ഈ പരീക്ഷണത്തിൻ്റെ വിജയം പിന്നീട് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും 1962ലെ പൊതു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് രാജ്യവ്യാപകമായി നടപ്പാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. കാലക്രമേണ രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തിയ ചർച്ചകളിലൂടെയും സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളിലൂടെയും ഇത് ഇന്നത്തെ കരുത്തുറ്റ രൂപത്തിലേക്ക് പരിണമിച്ചു. ഇന്ന് ഇതൊരു നിയമം എന്നതിനേക്കാൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ധാർമ്മിക കരാറാണ്. അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയന്ത്രണങ്ങളാണ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാതൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് ജനപ്രീതിയുള്ള പുതിയ പദ്ധതികളോ വലിയ സാമ്പത്തിക സഹായങ്ങളോ പ്രഖ്യാപിക്കാൻ അവകാശമില്ല. കാരണം അത്തരം പ്രഖ്യാപനങ്ങൾ വോട്ടർമാരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പണി പൂർത്തിയായതോ നേരത്തെ ആരംഭിച്ചതോ ആയ വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതിന് തടസ്സമില്ലെങ്കിലും പുതിയ തറക്കല്ലിടലുകളോ അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളോ നടത്താൻ അനുവാദമില്ല. എംപിമാരുടെയും MLAമാരുടെയും പ്രാദേശിക വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനും വിലക്കുണ്ട്. ഭരണപക്ഷം തങ്ങളുടെ ഔദ്യോഗിക പദവി തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ആയുധമാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഈ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം തടയുന്നതിൽ പെരുമാറ്റച്ചട്ടം ഏറെ ജാഗ്രത പുലർത്തുന്നു. മന്ത്രിമാർ തങ്ങളുടെ ഔദ്യോഗിക സന്ദർശനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി കൂട്ടിയിണക്കാൻ പാടില്ല. സർക്കാർ വാഹനങ്ങളോ ഉദ്യോഗസ്ഥരെയോ വിമാനങ്ങളെയോ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ഉപയോഗിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ്. മുൻപ് സാധാരണമായിരുന്ന വാഹനങ്ങളിലെ ചുവന്ന ലൈറ്റുകൾക്കും മറ്റ് ചിഹ്നങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് വിലക്കുണ്ട്. കൂടാതെ പൊതുപണം ഉപയോഗിച്ച് സർക്കാരിൻ്റെ നേട്ടങ്ങൾ പരസ്യപ്പെടുത്തുന്ന ഹോർഡിങ്ങുകളും പോസ്റ്ററുകളും നീക്കം ചെയ്യേണ്ടതുണ്ട്. ഔദ്യോഗിക വസതികളും അതിഥി മന്ദിരങ്ങളും പ്രചാരണ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതും കുറ്റകരമാണ്. ഇത് സ്ഥാനാർത്ഥികൾക്കിടയിൽ ഒരു തുല്യനീതി ഉറപ്പുവരുത്തുന്നു. ഒരു സാധാരണക്കാരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന അതേ സാഹചര്യങ്ങൾ തന്നെ മന്ത്രിമാരായ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിരിക്കണം എന്ന ജനാധിപത്യ കാഴ്ചപ്പാടാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഉദ്യോഗസ്ഥ പുനർവിന്യാസം കമ്മീഷന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനോ പുതിയ നിയമനങ്ങൾ നടത്താനോ സർക്കാരിന് കഴിയില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ അത്തരം നടപടികൾ അനിവാര്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. പലപ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി നേരിട്ട് ബന്ധമുള്ള കളക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ മാറ്റുന്നത് കമ്മീഷൻ നേരിട്ടാണ്. ഇത് ഭരണകൂടത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഭരണയന്ത്രത്തെ മോചിപ്പിക്കാനും നിഷ്പക്ഷമായ വോട്ടെടുപ്പ് സാധ്യമാക്കാനും സഹായിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ വേളയിൽ പുലർത്തേണ്ട മാന്യതയും പെരുമാറ്റച്ചട്ടത്തിൻ്റെ പരിധിയിൽ വരുന്നു. ജാതിയോ മതമോ ഉപയോഗിച്ച് വോട്ട് തേടുന്നത് നിയമവിരുദ്ധമാണ്. വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ, മറ്റ് പാർട്ടിക്കാരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടതുണ്ട്. ആരാധനാലയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളാക്കി ഉപയോഗിക്കാൻ പാടില്ല എന്നത് കർശനമായ വ്യവസ്ഥയാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ മദ്യം, പണം, മറ്റ് ഉപഹാരങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നത് തടയാൻ കർശനമായ പരിശോധനകളാണ് കമ്മീഷൻ ഏർപ്പെടുത്താറുള്ളത്. ഓരോ സ്ഥാനാർത്ഥിയുടെയും തെരഞ്ഞെടുപ്പ് ചെലവുകൾ നിരീക്ഷിക്കാൻ പ്രത്യേക നിരീക്ഷകരെ നിയമിക്കുന്നതിലൂടെ പണക്കൊഴുപ്പിന് തടയിടാൻ കമ്മീഷൻ ശ്രമിക്കുന്നു. അതേസമയം പെരുമാറ്റച്ചട്ടം എന്നത് വികസനത്തെയോ ഭരണത്തെയോ പൂർണ്ണമായും നിശ്ചലമാക്കുന്ന ഒന്നല്ല. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ചില ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. പൾസ് പോളിയോ പോലെയുള്ള ആരോഗ്യ പരിപാടികൾ, പരീക്ഷാ നടത്തിപ്പുകൾ, അതുപോലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ തുടരാം. കുടിവെള്ള വിതരണം, ശവസംസ്കാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അടിയന്തര കാര്യങ്ങൾക്കും തടസ്സമില്ല.
മരണപ്പെട്ട സൈനികരുടെയോ മറ്റോ കുടുംബാംഗങ്ങൾക്കുള്ള ആശ്വാസ ധനം നൽകുന്നതും കോടതി ഉത്തരവ് പ്രകാരമുള്ള നിയമങ്ങൾക്കും കമ്മീഷൻ അനുമതി നൽകാറുണ്ട്. ചുരുക്കത്തിൽ ഭരണനിർവഹണം തടസ്സപ്പെടാതെ തന്നെ രാഷ്ട്രീയമായ മേൽക്കൈ തടയുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടയാനും വോട്ടെടുപ്പ് 48 മണിക്കൂർ മുമ്പുള്ള നിശബ്ദ പ്രചാരണ കാലയളവിൽ ഡിജിറ്റൽ പരസ്യങ്ങൾ നിയന്ത്രിക്കാനും കമ്മീഷൻ ജാഗ്രത പാലിക്കുന്നു. സങ്കീർണമായ ഈ ഘട്ടത്തിൽ ജനങ്ങൾക്കും വലിയ പങ്കുണ്ട്. തെരഞ്ഞെടുപ്പ് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിജിൽ പോലെയുള്ള ആപ്പുകൾ വഴി സാധാരണക്കാർക്ക് പരാതി നൽകാം. 5 പതിറ്റാണ്ടിലേറെയായി ഭാരതീയ ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഈ പെരുമാറ്റച്ചട്ടം ഒരു നിയമ പുസ്തകത്തേക്കാൾ ഉപരിയായി ഓരോ പൗരൻ്റെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ജീവവായുവാണ്. ഇത് ലംഘിക്കപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ തന്നെ തകർക്കുന്നതിനാൽ സ്ഥാനാർത്ഥികളും പാർട്ടികളും അതീവ ജാഗ്രതയോടെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് വേണ്ടത് ശുദ്ധമായ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളാണ്. അതിനായുള്ള ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.